ഏതെങ്കിലും നല്ല ദൈവദാസന്മാർ ദൈവ വെളിപ്പാട് പറഞ്ഞാൽ ഉടനെ ദുരുപദേശം എന്നും പറഞ്ഞാൽ അവരെ അങ്ങ് പുറത്താക്കും. ആരെ പുറത്താക്കിയ പോലെ? യേശു ക്രിസ്തുവിനെ സഭയിൽ നിന്ന് പുറത്താക്കിയതുപോലെ പ്രസംഗ വേദിയിൽ നിന്ന് തന്നെ യേശുവിനെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ പള്ളിയിൽ നിന്ന് തെരുവിലേക്ക്, തെരുവിൽ നിന്ന് കടൽ തീരത്തിലേക്ക്, കടൽ തീരത്തിൽ നിന്നും മലയിലേക്ക്, അങ്ങനെയാണ് ഗിരിപ്രഭാഷണമൊക്കെ ഉണ്ടായത്. അങ്ങനെ പലയിടത്തും. പിന്നെ അവിടെ നിന്ന് ഗത്സമനയിലേക്ക്, പിന്നെ ഗത്സമനയിൽ നിന്ന് ക്രൂശിലേക്ക്, ക്രൂശിൽ നിന്ന് കല്ലറയിലേക്ക്, കല്ലറയിൽ നിന്ന് തേജസ്സിലേക്ക്. ഇതാണ് ഒരു ദൈവദാസൻ്റെ യാത്ര. മനസ്സിലായോ? പള്ളിയിൽ നിന്ന് തെരുവിലേക്ക്, അവനെ പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. തെരുവിൽ നിന്ന് പിന്നെ കടൽ തീരം, കുന്നിൻ്റെ മുകളിൽ, അവിടെ ഇവിടെയൊക്കെ. പള്ളി കയറാൻ നോക്കി അവിടെ നിന്ന് പള്ളി പുറത്താക്കും. ഹല്ലേലൂയ, പുറത്താക്കും. പിന്നെ അവിടെ നിന്ന് അവസാനം ശുശ്രൂഷ കഴിഞ്ഞ് ഗത്സമനയിലേക്ക് കരയാൻ പോവുക. അവിടെ നിന്ന് ക്രൂശിലേക്ക്, കാരണം ഈ ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, ക്രൂശിലേക്ക്, തുടർന്ന് കല്ലറയിലേക്ക്, അവിടെ നിന്ന് തേജസ്സിലേക്ക്. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. ഇതാണ് ക്രൂശിൻ്റെ വഴി.